ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളങ്ങനെ വീണ്ടും ആപ്പിൾ റെസിപ്പിയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആപ്പിൾ നമ്മളിവിടെ കണ്ടോ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഗ്രീൻ സ്മിത്ത് ആപ്പിളാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ഗ്രീൻ സ്മിത്ത് ആപ്പിൾ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ് പിക്കിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്പിൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയുന്ന പ്രോസസ്സാണല്ലോ ഒരു ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് പ്രോസസ്സർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമ്മളങ്ങനെ വേഗം ഇതൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ പിള്ളേർ ഓൾറെഡി വെളുത്തുള്ളി നന്നായിട്ട്, ഇവിടെ പിള്ളേർ എപ്പോഴും സമയം കിട്ടുമ്പോൾ ഞാൻ പറയും പിക്കിൾ ഉണ്ടാക്കണ്ടെങ്കിൽ ഞാൻ പറയും വെളുത്തുള്ളി നന്നായിട്ട് തൊണ്ടൊക്കെ കളഞ്ഞവർ വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. അപ്പോൾ ഇത് കായം നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കായം നമ്മൾ വറുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഉലുവയും കടുകൊക്കെ ഇട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗാർലിക് ആൻഡ് ജിഞ്ചർ നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയൊക്കെ എടുത്തു. അങ്ങനെ അത് നന്നായിട്ട് ബ്രൗൺ കളർ ആവണ സമയത്ത് നമുക്ക് ഈ ആപ്പിൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ കുറച്ച് നേരം വെക്കുന്ന സമയത്ത് നമുക്ക് കായം വറുത്തത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുളക്, ഗ്രീൻ ചില്ലി നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് അത് ഈ കായം പൊടിച്ചത് നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് അതൊന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ വരണ വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ആ ഫ്ലേവറൊക്കെ വന്ന്, അതായത് നമ്മൾ ആ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു. അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതും ഒന്നും കൂടി വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിൾ എടുത്ത് നമ്മളതിലേക്ക് ഇട്ടു. അപ്പോൾ ആപ്പിൾ ഞാനപ്പോൾ കുറച്ച് കൂടുതൽ ആപ്പിൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളങ്ങനെ 2 പാത്രത്തിലാക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം കുറച്ച് കൂടുതലുണ്ടായിരുന്നു ആപ്പിൾ. അപ്പോൾ അങ്ങനെ 2 പാത്രത്തിലായിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആപ്പിൾ പിക്കിൾ ഉണ്ടാക്കി. അപ്പോൾ ആപ്പിൾ നമ്മൾ അരിഞ്ഞത് ഈ ചൂടുള്ള ആ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് ചൂടാക്കണ്ട കേട്ടോ. അടപ്പ് അപ്പം തന്നെ ഓഫ് ചെയ്യണം. കാരണം അത് വേവാൻ പാടില്ല. ആ ഒരു ക്രഞ്ചിനെസ് എപ്പോഴും ഉണ്ടാവണം, എന്നാലാണ് ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഓൺ ടോപ്പ് വിനാഗിരി ഒഴിച്ചെടുത്താൽ ആപ്പിൾ പിക്കിൾ ദേ ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.